റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. ADGP എസ് ശ്രീജിത്താണ് അന്വേഷണ ചുമതല. കോടശ്ശേരി വെട്ടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ പകൽ കാട്ടാനയിറങ്ങി വീട്ടുമതിൽ തകർത്തു. തുടർച്ചയായി ആനയിറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറി. വേലിയേറ്റം തുടർക്കഥയാകുന്നതോടെ ആശങ്കയിൽ തീരവാസികൾ. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിലെ വേല എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മണലി സ്വദേശി എബിനാണ് മരിച്ചത്. എരുമപ്പെട്ടിയിൽ സ്കൂട്ടർ ഇടിച്ച് വയോധികൻ മരിച്ചു. കണക്കൻ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറിന്റെ ചോർച്ച പൂർണ്ണമായി തടയാനായില്ല. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടി. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ ട്രാവൽ ഏജന്റുമാരെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. റഷ്യൻ പൗരത്വമുള്ള സന്ദീപ് തോമസ്, തയ്യൂർ സ്വദേശി സിബി, ചാലക്കുടി സ്വദേശി സുമേഷ് ആന്റണി എന്നിവരാണ് റിമാൻഡിലുള്ളത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ലഭിക്കാൻ അപേക്ഷ നൽകുമെന്ന് വടക്കാഞ്ചേരി CI TCVയോട് പറഞ്ഞു. ഇവർ വഴി റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിയ കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടിരുന്നു. ബിനിലിന്റെ ബന്ധു ജെയിനിന് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം സംഭവം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. ADGP എസ് ശ്രീജിത്തിനാണ് അന്വേഷണ ചുമതല. കോടശ്ശേരി, അതിരപ്പിള്ളി, പരിയാരം മേഖലകളിൽ പട്ടാപ്പകൽ കാട്ടാനകൾ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി. പരിയാരം പഞ്ചായത്തിലെ മോതിരക്കണ്ണി, പീലാർമുഴി എന്നിവിടങ്ങളിലായിരുന്നു ആനകളുടെ താണ്ഡവം. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പ്രദേശത്ത് നിന്ന് പുഴ കടന്നെത്തിയ ആനകൾ കോട്ടാമലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് 3 പഞ്ചായത്തുകളുടെ മലയോരവുമായി ചേർന്നുള്ള ജനവാസ മേഖലകളിലേക്ക് ആനകൾ എത്തിയത്. പീലാർമുഴിയിലെ കല്ലുമട സജീവന്റെ പറമ്പിൽ റബ്ബർ മരങ്ങളും വാഴകളും ആനകൾ നശിപ്പിച്ചു. കരിപ്പായ ജോസ്, പുഷ്പാങ്കദൻ എന്നിവരുടെ വീട്ടുപറമ്പുകളിലും ആനകൾ നാശം വിതച്ചു. ആളുകൾ സംഘടിച്ച് ബഹളമുണ്ടാക്കിയതോടെ 6 ആനകൾ സമീപത്തെ കുന്നിൻ പ്രദേശത്തേക്ക് തിരിഞ്ഞു. വഴിമാറി മോതിരക്കണ്ണി റോഡിലിറങ്ങിയ കൊമ്പനെ കണ്ട് പ്രദേശവാസികൾ പരിഭ്രാന്തിയിലായി. ആനയുടെ വരവ് കണ്ട് നാട്ടുകാർ റോഡിൽ നിന്നും ഓടിമാറി. വെട്ടിക്കുഴിയിൽ റോഡിലൂടെ ചായപ്പൻ കുഴിയിലെത്തിയ കൊമ്പൻ തട്ടിൽ റോസയുടെ മതിൽ തകർത്ത് പറമ്പിലെ വാഴകൾ നശിപ്പിച്ചു. വനപാലകരെത്തിയാണ് ആനയെ തുരത്തിയത്. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. ശക്തമായ തിരയിൽ കടൽവെള്ളം കരയിലേക്ക് അടിച്ചുകയറി. ബീച്ചിലെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉൾപ്പെടെ മുങ്ങി. സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറി. കരയിൽ കയറ്റിവെച്ചിരുന്ന മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. തിങ്കളാഴ്ച പുലർച്ചെ മുതലാണ് വേലിയേറ്റം തുടങ്ങിയത്. കടൽ തീരത്തെ താൽക്കാലിക കടകളെല്ലാം വെള്ളത്തിൽ മുങ്ങി. കഴിഞ്ഞ മാസം 2 തവണയാണ് വേലിയേറ്റം മൂലം വെള്ളം കയറിയത്. അടിക്കടി ഉണ്ടാകുന്ന വേലിയേറ്റം മൂലം ആശങ്കയിലാണ് ബീച്ചിലെ കച്ചവടക്കാർ. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിലെ വേല എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. രാവിലെ എഴുന്നള്ളിപ്പിന് മുൻപാണ് ആന അനുസരണക്കേട് കാണിച്ചത്. ഇടഞ്ഞ ആനയെ എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഉടൻ തന്നെ തളച്ചു. രാവിലത്തെ എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിനാണ് ആനയെ കൊണ്ടുവന്നത്. ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാതെ തിരിച്ചു കൊണ്ടുപോയി. പിന്നീട് 4 ആനകളുമായാണ് എഴുന്നള്ളിപ്പ് നടത്തിയത്. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലും വീട്ടുമതിലിലും ഇടിച്ചു കയറി യുവാവ് മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കൾക്ക് പരിക്കേറ്റു. മണലി സ്വദേശി ചുങ്കത്ത് വീട്ടിൽ ഷാജുവിന്റെ മകൻ 27 വയസ്സുള്ള എബിനാണ് മരിച്ചത്. മണലി സ്വദേശികളായ വിമൽ, ഡിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 11:30യോടെ മണലി തണ്ടിലം റോഡിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ വിമലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ഡിബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. എരുമപ്പെട്ടി തിപ്പല്ലൂർ മാഞ്ഞാർ പാടത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞു വീണു. കുന്നംകുളം പാർക്കാടി പൂരം കണ്ട് മടങ്ങുകയായിരുന്ന കടങ്ങോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ബോണറ്റിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. അപകടത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തുടർന്ന് നാട്ടുകാർ തെങ്ങ് മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു.
എരുമപ്പെട്ടി സബ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് അപകടത്തിൽ ഓട്ടോ യാത്രക്കാരനായ കുട്ടിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കുട്ടിയെ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് വന്ന സ്കൂട്ടറിനെ കണ്ട് ബ്രേക്ക് പിടിച്ചതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിയുകയായിരുന്നു. ഉടൻ തന്നെ പരിസരത്തുണ്ടായിരുന്ന നാട്ടുകാർ ഓട്ടോറിക്ഷ ഉയർത്തി പൂർവ്വസ്ഥിതിയിലാക്കി. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് അപകടം. കാർ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോട്ടപ്പുറം ചേരമാൻ പറമ്പിന് സമീപമായിരുന്നു അപകടം. കോട്ടപ്പുറം ചന്ത ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്ന ആനാപ്പുഴ സ്വദേശി ജുവൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എറിയാട് സ്കൂൾ ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. എറിയാട് സ്വദേശി വടശ്ശേരി 74 വയസ്സുള്ള രഘുനാഥൻ ആണ് മരിച്ചത്. ഒക്ടോബർ 3-ന് എറിയാട് ഗാലക്സി ഓഡിറ്റോറിയത്തിനു സമീപമായിരുന്നു അപകടം ഉണ്ടായത്. എരുമപ്പെട്ടിയിൽ സ്കൂട്ടർ ഇടിച്ച് വയോധികൻ മരിച്ചു. വിറകുവെട്ട് തൊഴിലാളിയായ എരുമപ്പെട്ടി വട്ടക്കുഴി വീട്ടിൽ 70 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. എരുമപ്പെട്ടി പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ജോണിയെ സ്കൂട്ടർ യാത്രക്കാരൻ എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ആദ്യം പ്രവേശിപ്പിച്ചുവെങ്കിലും പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ഇയാളെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. എന്നാൽ സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേറ്റയാളെ കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് ശ്വാസതടസ്സം നേരിട്ട ജോണിയെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നാട്ടുകാർ 108 ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. കണിമംഗലം സ്വദേശിയായ ജോണി 20 വർഷമായി എരുമപ്പെട്ടിയിൽ താമസിച്ചു വരികയാണ്. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ കണക്കൻ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറിന്റെ ചോർച്ച പൂർണ്ണമായി തടയാനാകാത്തതിനാൽ ഈ വർഷവും മണൽ കൊണ്ടുള്ള താൽക്കാലിക തടയണ കെട്ടി. ചോർച്ച തടയാൻ ഷട്ടറുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും പൂർണ്ണമായും പരിഹരിക്കാനായില്ല. ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അടിഭാഗത്തെ കോൺക്രീറ്റ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷട്ടറിന്റെ തകരാർ മാത്രം പരിഹരിച്ചതുകൊണ്ട് ചോർച്ച തടയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കാൻ കഴിയാത്തതിനാൽ റെഗുലേറ്ററിന്റെ ഗുണഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഷട്ടർ നിർമ്മിച്ച വർഷത്തിൽ തന്നെ ഉപ്പുവെള്ളം കയറിയിരുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് ചോർച്ചയ്ക്കിടയാക്കിയതെന്ന് ചൂണ്ടിക്കാണിച്ചെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. അതിന് പരിഹാരമായി എല്ലാ വർഷവും താൽക്കാലിക തടയണ നിർമ്മാണം നടത്തുകയായിരുന്നു. ഷട്ടറുകളിലെ ചോർച്ച കാരണം എല്ലാ വർഷവും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് താൽക്കാലിക തടയണ മണൽ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത്. തടയണ കെട്ടിയതിനു ശേഷം കനത്ത മഴ പെയ്താൽ എല്ലാം ഒലിച്ചുപോകുന്നതിനാൽ വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ്. ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനൊപ്പം പുഴയിലെ അധിക വെള്ളം കായലിലേക്ക് ഒഴുക്കുന്നതിനും വേണ്ടിയാണ് കണക്കൻ കടവിൽ 2.5 പതിറ്റാണ്ട് മുൻപ് റെഗുലേറ്റർ നിർമ്മിച്ചത്. ജലനിരപ്പ് ഉയർന്നാൽ കുഴൂർ, അന്നമനട, പാറക്കടവ് പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങൾ വെള്ളത്തിലാകും. ഉപ്പുവെള്ളം കയറിയാലും കൃഷിനാശത്തിനിടയാക്കും. ഉപ്പുവെള്ളമെത്തിയാൽ കുടിവെള്ള വിതരണവും അവതാളത്തിലാകും. തടയണയുടെ കൂടുതൽ പ്രയോജനം തൃശൂർ ജില്ലയിലെ പ്രദേശങ്ങൾക്കാണെങ്കിലും ഷട്ടറുകൾ എറണാകുളം ജില്ലയിലാണുള്ളത്. കോടികൾ ചിലവഴിച്ച് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചെങ്കിലും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ മാത്രമാണ് ആശ്രയം. നിർമ്മാണത്തിലെ അപാകതയായ കോൺക്രീറ്റിലെ ചോർച്ച തടയാൻ അറ്റകുറ്റപ്പണികൾ അസാധ്യമാണെന്നാണ് വിലയിരുത്തുന്നത്. എല്ലാ വർഷവും 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ചാലക്കുടി പുഴ കായലുമായി ചേരുന്ന സ്ഥലത്ത് മണൽ കൊണ്ടുള്ള താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത് ഒഴിവാക്കി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഉപ്പുവെള്ളം കയറി ജനങ്ങൾ പ്രതിഷേധം ശക്തമാക്കുമ്പോൾ മാത്രമാണ് ബണ്ട് കെട്ടുന്നതെന്ന് പരിസരവാസിയായ AKPA പൊയ്യ യൂണിറ്റ് സെക്രട്ടറി ജയൻ പുളിക്കൽ പറഞ്ഞു. ചാലക്കുടിയാറിലേക്ക് ഊരുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കണക്കൻ കടവ് കോഴിത്തുരുത്ത് മണൽ ബണ്ട് കെട്ടുന്നത്. ഓരോ വർഷവും ലക്ഷങ്ങൾ ചെലവാക്കിയാണ് മണൽ ബണ്ട് കെട്ടുന്നത്. മണൽ ബണ്ട് കെട്ടുന്നതിനോടൊപ്പം തന്നെ കണക്കൻ കടവ് പാലത്തിലെ ഷട്ടറുകളും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. TCV ന്യൂസ്, മാള. കഴിഞ്ഞ ദിവസം കയ്പമംഗലം കാളമുറിയിൽ ഉണ്ടായ സംഘട്ടനവുമായി ബന്ധപ്പെട്ട് 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം സ്വദേശികളായ പോത്താംപറമ്പിൽ മനു, കോലോത്തുംപറമ്പിൽ താലിബ്, അമ്പലത്ത് വീട്ടിൽ ഹാരിഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിലാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് ബൈക്കിലും കാറിലുമായി എത്തിയ സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. കേസുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
കൊടുങ്ങല്ലൂരിൽ മൊബൈൽ ടവറിലെ കേബിളുകൾ മോഷ്ടിച്ച കേസിലെ പ്രതികളായ ഇതര സംസ്ഥാനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശികളായ റാഷിദ് മൊണ്ടൽ, മുഹമ്മദ് ഷയ്ദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു സംഭവം. പുല്ലൂറ്റ് നാരായണമംഗലത്തെ ഇൻഡസ് ടവേഴ്സ് കമ്പനിയുടെ മൊബൈൽ ടവറിലെ കേബിളുകളാണ് പ്രതികൾ മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. മോഷ്ടാക്കൾ ഉപയോഗിച്ചിരുന്ന പെട്ടി ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സബ് ഇൻസ്പെക്ടർ സാലിം, ഗ്രേഡ് SI ബാബു, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോപേഷ്, ഷിജിൻ നാഥ്, ഷമീർ, വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. വാക്കുകൾക്കും അക്ഷരങ്ങൾക്കും ജയചന്ദ്രൻ നൽകിയ ഭാവം അനുകരിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ അഭിപ്രായപ്പെട്ടു. ഇരിഞ്ഞാലക്കുട പൗരാവലിയുടെ നേതൃത്വത്തിൽ ക്രൈസ്റ്റ് കോളേജിൽ നടന്ന ഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാട്ടിനുവേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയായിരുന്നു ജയചന്ദ്രനെന്ന് ഔസേപ്പച്ചൻ അഭിപ്രായപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഖാദർ പട്ടേപ്പാടം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PK ഭരതൻ, MP ജാക്സൺ, ഡോക്ടർ CK രവി, രേണു രാമനാഥ്, ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ, CK ഗോപി, പ്രേംലാൽ, ആനന്ദ് മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. പാട്ടുകൾ ചേട്ടൻ എനിക്ക് വേണ്ടി പാടിയിരിക്കുന്നത് വേറൊരാൾ പാടിയാലും അത് കേൾക്കാൻ പറ്റില്ല. പിന്നെ ഈ പാട്ടുകൾ ചാലക്കുടി നഗരസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും എബി ജോർജ് രാജിവെച്ചു. കോൺഗ്രസിന്റെ മുൻ ധാരണ പ്രകാരമാണ് രാജി. UDF പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പനായിരിക്കും അടുത്ത ചെയർമാൻ. നിലവിലെ കൗൺസിലിന്റെ ആദ്യത്തെ 1.5 വർഷം VO പൈലപ്പൻ ചെയർമാനായി. തുടർന്നായിരുന്നു എബി ജോർജ് നഗരസഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നത്. ധാരണപ്രകാരം ജനുവരി 25 വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. എന്നാൽ 5 ദിവസം മുൻപ് എബി ജോർജ് രാജിവെക്കുകയായിരുന്നു. ഇനി അടുത്ത 5 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സന്തോഷവാനായിട്ടാണ് തിരിച്ച് ചാലക്കുടി നഗരസഭയുടെ ചെയർമാൻ എന്നുള്ള പദവി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്. കാരണം എൻ്റെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരും നൽകിയ വലിയ സന്തോഷത്തിന് ഒരുപാട് നന്ദി പാർട്ടിയോട് പറയുന്നു. കാട്ടൂർ മുനയത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനയത്തെ താൽക്കാലിക ബണ്ടിൽ നിൽപ്പ് സമരം നടത്തി. പാലം നിർമ്മാണത്തിനാവശ്യമായ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിക്കുകയും ടെൻഡർ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് 8 വർഷത്തിലധികമായിട്ടും ബണ്ട് നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ 2ാം ഘട്ടമായാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് പാലിയത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജകമണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, മണ്ഡലം ഭാരവാഹികളായ എഡ്വേർഡ് ആന്റണി, ലിജോ ചാലിശ്ശേരി, അശോകൻ ഷാരടി, CB മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ പഞ്ചായത്ത് ഓഫീസ് നവീകരണം കഴിഞ്ഞ വർഷത്തെ തുടർ പദ്ധതിയാണെന്നും ഇതിനെതിരായുള്ള ആരോപണം ജനങ്ങളുടെ നികുതിപ്പണം ലാപ്സാക്കി കളയാൻ മാത്രമേ ഉപകരിക്കൂ എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് പറഞ്ഞു. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ LDF ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളിൽ നിന്നുമുള്ള അനുമതികളെല്ലാം ലഭിച്ച് തികച്ചും സുതാര്യമായാണ് നവീകരണം നടത്തുന്നത് എന്നും പഞ്ചായത്തിലെ താൽക്കാലിക ഡ്രൈവർ രാജിവെച്ചതുമായി ബന്ധപ്പെട്ട വിവാദം തൽപരകക്ഷികളുടെ നയത്തിന്റെ ഭാഗമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 235/25 അതായത് മണ്ഡല ഗ്രാമപഞ്ചായത്തിലെ ഒരു 200 ചില്ലറ പദ്ധതികൾ മണ്ഡല ഗ്രാമപഞ്ചായത്തിലുണ്ട്. അതിൽ ആ 200ന്റെ ഉള്ളിൽപ്പെട്ട പദ്ധതിയിൽപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ പഞ്ചായത്ത് ഓഫീസ് നവീകരണം. കഴിഞ്ഞ ഇടതുപക്ഷ ഭരണമുന്നണിയും ഭരിക്കുന്ന കാലഘട്ടത്തിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൻ്റെ കടറിലേക്ക് മണ്ഡല ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയപ്പോൾ ജനങ്ങളുടെ അമർഷവും രോഷവും അന്നത്തെ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ പ്രതിഫലിപ്പിക്കുകയുണ്ടായി. അതിന് ജനങ്ങളുടേതായ നികുതി പണം ഉപയോഗിച്ച് പണിയുന്ന സ്ഥാപനം അത് ജനങ്ങളുടേതാക്കി മാറ്റണമെന്നുള്ള ഭരണസമിതിയുടെ ഒരു ഇച്ഛാശക്തിയാണ് നമ്മളവിടെ നടപ്പിലാക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഓഫീസ് നവീകരണവും ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഏറ്റെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കിയ LCD പ്രൊജക്ടർ പദ്ധതിയിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്ത്. വ്യാജരേഖ ചമച്ച് പഞ്ചായത്തിനെ കബളിപ്പിച്ച് LCD പ്രൊജക്ടറുകൾ നേടിയെടുത്ത ക്ലബ്ബുകളുടെ ഭാരവാഹികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു.
എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2ാം വാർഡിലെ ഒരു ക്ലബ്ബ് ചേർപ്പിലുള്ള ക്ലബിന്റെയും 15ാം വാർഡിലെ മറ്റൊരു ക്ലബ്ബ് വെള്ളാങ്കല്ലൂർ കാർഷിക സംഘത്തിന്റെയും രേഖകൾ കൃത്രിമമായി ഉണ്ടാക്കി LCD പ്രൊജക്ടറുകൾ കൈവശപ്പെടുത്തുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിക്കുകയും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരിൽ നിന്ന് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. റെഡ് വിങ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് യങ് ബ്ലാസ്റ്റേഴ്സ് ചേർപ്പിലെ ഒരു ക്ലബിന്റെ രേഖകൾ വ്യാജമായി ചമച്ചാണ് അവര് LCD പ്രൊജക്ടുകൾ കൈപ്പറ്റിയത്. അതുപോലെ തന്നെ 15ാം വാർഡിലെ നവമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കാർഷിക സംഘത്തിന്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി വ്യാജരേഖ ചമച്ചിട്ടാണ് LCD പ്രൊജക്ടർ കൈപ്പറ്റിയത്. ഇത് വിജിലൻസിന് കോൺഗ്രസ് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അത് സത്യമാണെന്ന് കണ്ടെത്തുകയും നിർവഹണ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. നിർവഹണ ഉദ്യോഗസ്ഥ സെക്രട്ടറിക്ക് വെച്ച കത്ത് 3 മാസമായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുകയോ അതിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് വൻ അഴിമതിയാണ് DYFI CPM നേതാക്കൾ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്തിന്റെ മുതൽ കൊള്ളയടിക്കുന്നതിന് CPM ഭരണസമിതി കൂട്ടുനിൽക്കുകയാണെന്ന് കോൺഗ്രസ് മെമ്പർമാർ ആരോപിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ തുടങ്ങിയവർ പഞ്ചായത്ത് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. വ്യാജരേഖയുണ്ടാക്കി പ്രൊജക്ടറുകൾ നേടിയെടുത്ത ക്ലബ്ബുകൾക്കെതിരെ ഇന്റേണൽ വിജിലൻസ് ഓഡിറ്റിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുടെ ഭാഗമായി നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കോൺഗ്രസ് മെമ്പർമാരുടെ മറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ പറഞ്ഞു. കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ സമയത്താണ് പഞ്ചായത്തിലെ ക്ലബ്ബുകളിലേക്കും വായനശാലകളിലേക്കും LCD പ്രൊജക്ടറുകൾ നൽകിയത്. 18 വാർഡുകളിലെയും മെമ്പർമാർ LCD പ്രൊജക്ടർ നൽകിയ ക്ലബ്ബുകളുടെ ലിസ്റ്റ് അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് മെമ്പർമാർ പ്രതിനിധാനം ചെയ്യുന്ന 2, 15 എന്നീ വാർഡുകളിലാണ് കൃത്രിമരേഖയുണ്ടാക്കി പ്രൊജക്ടർ നേടിയെടുത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ചില മെമ്പർമാരെ ലക്ഷ്യം വെച്ചാണ് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങൾ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നും പറഞ്ഞു. പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് വഴക്ക് ജനപ്രതിനിധികൾക്കകത്തേക്ക് കൂടി രൂക്ഷമായി കടന്നിരിക്കുകയാണ്. 2ാം വാർഡിലെ UDF അംഗം സുധീഷ് പറമ്പിന്റെയും 15ാം വാർഡിലെ UDF അംഗം റിജി ജോർജിന്റെയും വാർഡുകളിലാണ് ഇപ്പോൾ UDF നേതാക്കന്മാർ ആക്ഷേപവുമായി വന്നിട്ടുള്ളത്. ഈ വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുധീഷ് പറമ്പിലോ റിജി ജോർജോ നാളിതുവരെയും യാതൊരു പരാതിയും ആക്ഷേപവും ഈ പഞ്ചായത്ത് ഭരണസമിതി ബോധിപ്പിച്ചിട്ടില്ല. ഈ ക്ലബ്ബുകളുടെ പേരിൽ നടപടിയെടുക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്. ഇതുവരെ ഉന്നയിക്കാത്തൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്റേണൽ വിജിലൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപടി സ്വീകരിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു പ്രയാസവും ഇല്ല. കോൺഗ്രസ് മെമ്പർമാർക്കിടയിൽ ഈ ഗ്രൂപ്പ് വഴക്ക് വികസന പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നും കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കും ഇരട്ടത്താപ്പും ജനങ്ങൾ തിരിച്ചറിയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ചീരകൃഷിയിൽ പുത്തൻ പരീക്ഷണങ്ങളുടെ പണിപ്പുരയിലാണ് ഗുരുവായൂർ സ്വദേശി സുജാത സുകുമാരൻ. ചീരയിൽ നിന്ന് കണ്ടെത്തിയ ശീതളപാനീയം വിജയകരമായതിനെ തുടർന്ന് ഇനി കാലിത്തീറ്റയും നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് സുജാത. സുജാത സുകുമാരൻ പാലുവായിലെ വീട്ടിൽ തയ്യാറാക്കുന്ന ശീതളപാനീയത്തിന് വൻ ഡിമാൻഡാണ്. കേരളത്തിന്റെ പല മേഖലകളിൽ നിന്നും ഇതിനായി നിരവധി ആവശ്യക്കാരെത്തുന്നുണ്ട്. പോഷകസമൃദ്ധമായ വ്ളാത്താങ്കര ചീരയാണ് പാനീയം തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത്. 20 വർഷത്തോളമായി ജൈവകൃഷിയിലൂടെ ശ്രദ്ധേയയായ ഇവർ 3 വർഷം മുൻപാണ് ശീതളപാനീയ ഉൽപ്പാദന രംഗത്തേക്ക് കടന്നത്. വീട്ടിലെ കുട്ടികളുടെ ആരോഗ്യ പാലനമായിരുന്നു ലക്ഷ്യം. വീട്ടിൽ ചീരക്കറി വെച്ചാൽ കുട്ടികൾ കഴിക്കാറില്ല. വിറ്റാമിനുകളുടെ കലവറയായ ചീരയുടെ ഗുണം കുട്ടികളിലെത്തിക്കാൻ സുജാത കണ്ടെത്തിയ മാർഗമാണ് ശീതളപാനീയം. ചീര കഴുകിയെടുത്ത് അരിയുമ്പോൾ ഉണ്ടാകുന്ന രക്തവർണ്ണ പാനീയം ശേഖരിച്ച് അല്പം തേനും ചേർത്ത് കുട്ടികൾക്ക് നൽകിയതോടെ സംഭവം ക്ലിക്കായി. പിന്നെ വീട്ടിൽ വിരുന്നെത്തുന്നവർക്കും ഇത് നൽകി തുടങ്ങി. ഇഞ്ചിയും ചെറുനാരങ്ങയും മധുരവും കൂട്ടി സംഭവം കളറാക്കി. ഇത് കുടിച്ച കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരാണ് വിപണിയിൽ ഇറക്കാൻ നിർദ്ദേശിച്ചത്. നഗരസഭയുടെ ആഴ്ചച്ചന്തയിലും വിവിധ പ്രദർശന മേളകളിലും സുജാതയുടെ ശീതളപാനീയം ഹിറ്റാണ്. അവർ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചീരകൃഷിയിലെ സ്കാഷ് ഉണ്ടാക്കി കൊടുത്തിരുന്നു.
അപ്പോൾ അതൊന്നും അങ്ങനെ ആരും അതിന് പ്രാധാന്യം തന്നിരുന്നില്ല. പിന്നെ സ്റ്റാളുകൾ വഴിയാണ് കൂടുതൽ ചെന്നപ്പോഴാണ് അതിന് പ്രാധാന്യം നൽകിയത്. പിന്നെ ഞങ്ങൾ കൃഷികളുടെ മീറ്റിംഗ് ഒക്കെ വീട്ടിൽ വെക്കുമ്പോൾ അവർക്ക് സീരിയസ് ക്യാഷ് കൊടുത്തപ്പോൾ അവർക്കൊക്കെ അത് നല്ല അഭിപ്രായം വന്നപ്പോൾ കൃഷി ഓഫീസർ അത് ആഴ്ച ചന്തയിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിക്കൂടെന്നുള്ള ചോദിച്ചപ്പോൾ അതിന് കൂടുതൽ പ്രാധാന്യം തോന്നി. ഞാനത് എല്ലായിടത്തും കൊണ്ടുപോയി വിൽപ്പന തുടങ്ങി. കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക പിന്തുണയോടെ വിപണി വിപുലീകരിക്കാനാണ് ഇവരുടെ ശ്രമം. മെഷീനറികൾ ഉപയോഗിച്ച് ചീരച്ചണ്ടി പെല്ലറ്റാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണിവർ. കാർഷിക രംഗത്തെ പുത്തൻ ഉണർവ് ഇവരുടെ പരീക്ഷണങ്ങൾക്ക് പ്രോത്സാഹനമായി. കൃഷിവകുപ്പും നഗരസഭയും കുടുംബശ്രീയും കൂടെയുണ്ട്. പാട്ടത്തിനെടുത്ത ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് 10 ഇനത്തിലധികം ചീരകളാണ് സുജാത കൃഷി ചെയ്യുന്നത്. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ സുജാതയുടെ ചീരകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനിഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദ്, തൈക്കാട് കൃഷി ഓഫീസർ VC രജിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷഹീർ, AM ഷഫീർ, ബിന്ദു അജിത് കുമാർ, കൗൺസിലർമാരായ രഹിത പ്രസാദ്, ബിന്ദു പുരുഷോത്തമൻ, അജിത ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളത്ത് വിശ്വദീപ്തി അഗ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 50 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നിക്ഷേപകർ കുന്നംകുളം തൃശൂർ റോഡിലെ സൊസൈറ്റി ഓഫീസ് ഉപരോധിച്ചു. 200ഓളം വരുന്ന നിക്ഷേപകരാണ് സ്ഥാപനം ഉപരോധിച്ചത്. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിനെ തുടർന്നായിരുന്നു ഉപരോധം. പ്രതിഷേധം ശക്തമായതോടെ കുന്നംകുളം അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ജോർജിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി നിക്ഷേപകരും സ്ഥാപന അധികൃതരുമായി ചർച്ച നടത്തി. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പണം തിരികെ നൽകാനാകുമെന്ന് സ്ഥാപന അധികൃതർ അറിയിച്ചു. എന്നാൽ കൃത്യമായ വിവരം ലഭിക്കാതെ പിരിഞ്ഞു പോകില്ലെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട്. കഴിഞ്ഞ ഓഗസ്റ്റ് വരേക്കും ഒരു പ്രോബ്ലം ഇല്ലാതെ ഇൻട്രസ്റ്റ് മന്ത്ലി തന്നിരുന്നു. എന്നാൽ ഓഗസ്റ്റിന് ശേഷം അതുണ്ടായിട്ടില്ല. അതിന് പോരാ അവരെ വരുന്ന ഷൗട്ട് ചെയ്യുക ചെയ്യണം. ഓഫീസിൽ വരുമ്പോൾ കള്ളത്തരമായിട്ട് ലീഗൽ അഡ്വൈസർ എന്ന് പറയുക. അവർ നമ്മൾ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും തോറും അവരെല്ലാം പറഞ്ഞ് പിന്മാറാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഇതുവരെ ഞങ്ങളോട് സംസാരിക്കാനുണ്ടായിട്ടില്ല. പക്ഷേ ഇത് പക്ക ഫ്രാഡാന്നുള്ളത് തീർത്ത് പറയാം. ഇവരെ കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. ഞങ്ങളെപ്പോലെ ഒക്ടോബറിലെ മെച്ചോർഡായ കുറച്ച് പാർട്ടികളുണ്ട്. അവർക്കും ഇതുവരെയ്ക്ക് ഒരു പൈസ ഇല്ല. ഒരു 5-6 മാസമായി മെച്ചോർഡായാലും ഒരാൾക്കും ഇതുവരെ പൈസ കിട്ടില്ല, ഇൻട്രസ്റ്റും ഇല്ല. എല്ലാവരും പ്രശ്നങ്ങളും പരിഹരിക്കണം. വിശ്വദീപ്തിയുടെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇന്നത്തോട് കൂടിയിട്ട് എനിക്ക് എല്ലാ ബ്രാഞ്ചിലത്തെ റിപ്പോർട്ടുകൾ കിട്ടും. ആർക്കൊക്കെ എത്ര കൊടുക്കാണ്ട്, ബാധ്യതകൾ എത്ര ഉണ്ട്, ആ ഡീറ്റെയിൽസ് കിട്ടിയ വയ്ക്കുന്നത് അത് ഞാൻ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞ 26-ാം തീയതിക്ക് ശേഷം നേരിട്ടിരുന്ന് സംസാരിച്ചിട്ട് തീരുമാനം പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പ് ഉണ്ടായിക്കോളൂ, കുന്നംകുളം ബ്രാഞ്ചിലെ ഗ്രൂപ്പ് ഉണ്ടായിക്കോളൂ, എല്ലാവരും സ്റ്റാഫുകളും മെമ്പർമാരും എല്ലാവരും വഴി ആഡ് ആയിക്കോളൂ, എന്നെയും വഴി ഉൾപ്പെടുത്തിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവരും വിളിച്ചു ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. എൻ്റെ നമ്പർ അതിൽ ഉണ്ടായിക്കല്ലോ, ഞാൻ നമ്പർ തന്നല്ലോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം അതിൽ പറയാം. അതുപ്രകാരം നിങ്ങൾ നടപടികളായിട്ട് കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ പൈസ കിട്ടേണ്ട രീതി എങ്ങനെയാണ് തരുന്നത്, എല്ലാവരും പൈസ തരാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ അസോസിയേഷൻ. തൃശൂർ റൂറൽ പരിധിയിലെ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ കേസുകളിലായി പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ കത്തിച്ച് നശിപ്പിച്ചു. 50 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന 11.5 കിലോഗ്രാം കഞ്ചാവും 134 ഗ്രാം MDMA-യുമാണ് ചിറ്റിശ്ശേരിയിലെ ഓട്ട് കമ്പനിയിൽ കത്തിച്ച് നശിപ്പിച്ചത്. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ്, ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി P. അബ്ദുൽ ബഷീർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. ചിറയ്ക്കൽ ഹെർബർട്ട് കനാലിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങിമരിച്ചു. ചേർപ്പ് സ്വദേശി കുക്കപ്പറമ്പിൽ 43 വയസ്സുള്ള അനൂപാണ് മരിച്ചത്. കുളിക്കുന്നതിനിടെ കാൽവഴുതി വീഴുകയായിരുന്നു. നാട്ടുകാർ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേർപ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അക്ഷരശ്ലോക വിദഗ്ധൻ അരിയന്നൂർ ഉണ്ണികൃഷ്ണന്റെ പുതിയ പുസ്തകം നാരായണീയം വൃത്താനുവൃത്ത പരിഭാഷയുടെ പ്രകാശനം കുന്നംകുളത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ AV വല്ലഭൻ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PRN നമ്പീശൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുസ്തക പ്രകാശനം നിർവഹിച്ചു. രാജശേഖരൻ പുസ്തകം ഏറ്റുവാങ്ങി. CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ, സംസ്കൃത അധ്യാപകൻ മേജർ PJ സ്റ്റൈജു, കവയത്രി സിന്ധു ഭൈരവി, CCTV എക്സിക്യൂട്ടീവ് ഡയറക്ടർ KC ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ഓമശ്ശേരിയിൽ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. അഴീക്കോട് മേനോൻ ബസാറിന് പടിഞ്ഞാറ് വശം മദീന നഗറിൽ ഒറ്റത്തക്കൽ അബ്ദുൽ റഷീദിന്റെ മകൻ 36 വയസ്സുള്ള ഷംജീറാണ് മരിച്ചത്. 3 ദിവസം മുൻപ് മസ്കറ്റിൽ നിന്നും എത്തിയ ഷംജീർ ഓമശ്ശേരിയിലുള്ള സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായാണ് കോഴിക്കോട്ട് എത്തിയത്.
താമസ സ്ഥലത്തേക്ക് പോകാനായി കാറെടുക്കാൻ എളുപ്പവഴിയിലൂടെ ഇറങ്ങിയപ്പോൾ കാൽവഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃത്തല്ലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും വാടാനപ്പള്ളി യൂത്ത് ലീഗ് ലൈബ്രറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ MT അനുസ്മരണം സംഘടിപ്പിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഹോപ്പ് ഭാരവാഹികളായ CM സുഷിൽ, KR ഷൈൻ, TR സുരേഷ് ബാബു, VC ഹരിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്രം ശ്രീകോവിൽ ചുമർ ചിത്രങ്ങളുടെ നവീകരണം തുടങ്ങി. പുരാതന ചിത്രങ്ങളുടെ പാരമ്പര്യ തനിമയും ശൈലിയും നിലനിർത്തി പ്രകൃതി വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് നവീകരിക്കുന്നത്. ഉച്ചപൂജ കഴിഞ്ഞ് ക്ഷേത്രനട അടച്ചതിന് ശേഷമാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് 4-ാം വാർഡിൽ താമസിക്കുന്ന വയോധികരായ ദമ്പതികൾ സുമനസുകളുടെ സഹായം തേടുന്നു. എളവള്ളി മേനോമ്പടിയിൽ റെയിൽപാളത്തിന് സമീപം താമസിക്കുന്ന പുല്ലാനിപ്പറമ്പത്ത് 72 വയസ്സുള്ള അശോകൻ, 64 വയസ്സുള്ള സരോജിനി എന്നിവരാണ് ദുരിത ജീവിതം നയിക്കുന്നത്. പെയിന്റിംഗ് ജോലിക്ക് പോയിരുന്ന അശോകന് കാലിൽ പഴുപ്പ് കയറി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സരോജിനിക്ക് വാദസംബന്ധമായ രോഗത്തെ തുടർന്നും ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഇവരുടെ 2 പെൺമക്കളെ ഉണ്ടായിരുന്ന സമ്പാദ്യവും ഭൂമിയും വിറ്റ് വിവാഹം ചെയ്തയച്ചു. മാതാപിതാക്കളുടെ പ്രതീക്ഷയായിരുന്ന മകൻ വിജീഷ് മാസങ്ങൾക്ക് മുമ്പ് ട്രെയിൻ തട്ടി മരിച്ചതോടെ വയോധികരായ മാതാപിതാക്കൾ തനിച്ചായി. അശോകനും സരോജിനിയും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അയൽവാസികളായ ചിലരാണ് പലപ്പോഴും ഇവർക്ക് ഭക്ഷണം നൽകുന്നത്. ഇരുവരുടെയും ചികിത്സയ്ക്ക് തന്നെ വലിയൊരു തുക എല്ലാ മാസവും വേണ്ടിവരും. നല്ലവരായ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കുന്നതിനും ചികിത്സയ്ക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ വളരെ മോശമാണ്. പിന്നെ ഞങ്ങളൊക്കെ എന്തെങ്കിലും സഹായിച്ചിട്ടാണ് അവർ മരുന്നിന്, അതുപോലെ തന്നെ അവർക്ക് വാടക കാശൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടാണ് അതൊക്കെ ജീവിച്ചു പോകുന്നത്. അവർക്കൊരു മോണ്ടായിരുന്നത് പെട്ടെന്ന് മരിച്ചുപോയി. സരോജിനിയുടെ പേരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് പൂവത്തൂർ ശാഖയിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ഈ മാതാപിതാക്കളുടെ ജീവിതത്തിന് സംരക്ഷണവും കൈത്താങ്ങുമാകാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. സുമനസ്സുകൾക്ക് സഹായങ്ങൾ 016205300000 16713 എന്ന അക്കൗണ്ടിലേക്ക് അയക്കാമെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം ഷാജു കടവല്ലൂർ പറഞ്ഞു. ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. വീടിൻ്റെ അത്താണിയായിരുന്ന മകൻ ട്രെയിൻ തട്ടി മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. അശോകേട്ടൻ പെയിന്റ് പണിക്ക് പോയിട്ടാണ് ഈ വീട് കഴിഞ്ഞിരുന്നത്. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതായി. ഇപ്പോൾ വാടക വീട്ടിലാണ്, ഈ വീട്ടിലാണ് ഇപ്പോൾ താമസം. ആ വാടക കാശ് പോലും കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. TCV പാവറട്ടി. പെലക്കാട്ട് പയ്യൂർ മഹർഷിക്കാവ് ക്ഷേത്രത്തിലെ പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും. 7 ദേശങ്ങളിൽ നിന്നുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ 12 ഗജവീരന്മാർ അണിനിരക്കും. എഴുന്നള്ളിപ്പിന് പാണ്ടിമേളം അകമ്പടിയേകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സോമരാജ്, സെക്രട്ടറി PA സജി, മെമ്പർ NM തിലകൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷിച്ചു. പാലയൂർ ഫൊറോന വിശ്വാസ പരിശീലന ഡയറക്ടർ ഫാദർ ഡെന്നിസ് മാറോക്കി ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. പ്രതിനിധിയോഗം സെക്രട്ടറി ജെറോമി ജോസ്, വിശ്വാസ പരിശീലനം സെക്രട്ടറി TC ജോർജ്, കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതി സെക്രട്ടറി ജോഷി മോഹൻ, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ BJP പണാധിപത്യ വ്യവസ്ഥയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ പറഞ്ഞു. CPM തിരുനെല്ലൂർ ബ്രാഞ്ച് അംഗവും DYFI മുല്ലശ്ശേരി മേഖലാ ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന മുജീബ് റഹ്മാന്റെ 19ാമത് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് മുല്ലശ്ശേരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. CPM നേതാക്കളായ TV ഹരിദാസൻ, CK വിജയൻ, AR സുഗുണൻ, KP ആലി, VN സുർജിത്ത്, മുരളി ചീരോത്ത്,
VG സുബ്രഹ്മണ്യൻ, PG സുബിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തൃക്കൂർ രാജന്മാരാർ മേളപ്രമാണിയായി. പ്രസാദ ഊട്ടിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു. 20 ദേശങ്ങളിൽ നിന്ന് പൂരം വരവ് നടന്നു. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ഡ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 25 ഗജവീരന്മാർ അണിനിരന്നു. കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ വർണ്ണാഭമായ കുടമാറ്റവും നടന്നു. തുടർന്ന് തെയ്യം, വേലകളി, കാളകളി എന്നിവ ചേർന്ന് പ്രസിദ്ധമായ വേലവരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ബുധനാഴ്ച രാവിലെ നടയടപ്പിന് ശേഷം നടക്കുന്ന വലിയ ഗുരുതിയോടെ വേലമഹോത്സവം സമാപിക്കും. എളവള്ളി, വാഗ മേഖലകളിൽ നിന്നും മോട്ടോറുകൾ മോഷ്ടിച്ച യുവാവിനെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. എളവള്ളി നോർത്ത് താണിശ്ശേരി വീട്ടിൽ വിപിനെയാണ് പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. എളവള്ളി പാറയിൽ നിന്നും 20,000 രൂപ വില വരുന്ന മോട്ടോറും കടവല്ലൂർ മേനോൻപടിയിൽ നിന്നും 10,000 രൂപ വില വരുന്ന മോട്ടോറുമാണ് പ്രതി മോഷ്ടിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SIമാരായ U മഹേഷ്, IB സജീവ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,390 രൂപ, പവന് 59,120 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,287 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്കുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചു. ADGP S ശ്രീജിത്തിനാണ് അന്വേഷണ ചുമതല. കോടശ്ശേരി വെട്ടിക്കുഴിയിൽ ജനവാസ മേഖലയിൽ പകൽ കാട്ടാനയിറങ്ങി വീട്ടുമതിൽ തകർത്തു. തുടർച്ചയായി ആനയിറങ്ങുന്നതോടെ ഭീതിയിൽ പ്രദേശവാസികൾ. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ ശക്തമായ വേലിയേറ്റം. സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറി. വേലിയേറ്റം തുടർക്കഥയാകുന്നതോടെ ആശങ്കയിൽ തീരദേശവാസികൾ. തൃക്കൂർ മതിക്കുന്ന് ക്ഷേത്രത്തിലെ വേല എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന ഇടഞ്ഞു. ഊട്ടോളി അനന്തനാണ് ഇടഞ്ഞത്. കേച്ചേരി മണലിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് യുവാവ് മരിച്ചു. മണലി സ്വദേശി എബിനാണ് മരിച്ചത്. എരുമപ്പെട്ടിയിൽ സ്കൂട്ടറിടിച്ച് വയോധികൻ മരിച്ചു. കണക്കൻ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഷട്ടറിന്റെ ചോർച്ച പൂർണ്ണമായി തടയാനായില്ല. ചാലക്കുടി പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ താൽക്കാലിക തടയണ കെട്ടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.